ബീഹാറിലൂടെയുള്ള സഞ്ചാരത്തിനിടെ ഞാനിപ്പോൾ ബോധ്ഗയയിലാണ്. ഇന്ത്യയിൽ വലിയ ചരിത്രവും പാരമ്പര്യവും മതപരമായ പ്രാധാന്യവുമുള്ളൊരു നഗരമാണ് ബോധ്ഗയ. അവിടുത്തെ പാല്യൂൾ നാംത്രോലിംഗ് ടെമ്പിൾ എന്നൊരു ക്ഷേത്രത്തിനകത്തേക്ക് കയറി ചെന്നു. ലോകത്തെ തന്നെ ബുദ്ധിസത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമാണ് ബോധ്ഗയ. അതുകൊണ്ട് തന്നെ വിവിധ ബുദ്ധിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ മൊണാസ്ട്രികളും ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. ആ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് വന്ന് താമസിക്കാനുള്ള സൗകര്യം ഇവർ ഒരുക്കുന്നു. മാത്രമല്ല, അന്നാട്ടുകാരായ ബുദ്ധ സന്യാസിമാർ സ്ഥിരമായി വസിക്കുന്ന ഇടങ്ങളും ഇതിലുണ്ട്. ഹോസ്റ്റലുകൾ, ഡോർമെട്രികൾ ഇതെല്ലാമുണ്ട് ഓരോ രാജ്യത്തിൻ്റെയും ഇത്തരം കോംപ്ലക്സുകളിൽ. 13 രാജ്യങ്ങളിൽ നിന്നുള്ള ഇത്തരം കേന്ദ്രങ്ങൾ ഈ ബോധ്ഗയയിൽ തന്നെയുണ്ട്. ഇന്ത്യൻ ശൈലിയെയല്ല. ഇതിലെ ഇങ്ങനെ നടക്കുമ്പോൾ ഇന്ത്യക്കകത്താണെന്ന് തോന്നുകയുമില്ല. 1963 സ്ഥാപിച്ച മൊണാസ്ട്രിയാണിത്. പാല്യൂൾ ബുദ്ധിസ്റ്റ് ശാഖയുടെ ആത്മീയ ആചാര്യൻ പേമ നോർബു റിംപോച്ചെയാണ് ഇതിന്റെ സ്ഥാപകൻ. ഇതുപോലെ നിരവധി ക്ഷേത്രങ്ങളുണ്ട് ബോധ്ഗയയിൽ. തായ്ലൻഡ്, വിയറ്റ്നാം, കംബോഡിയ, നേപ്പാൾ, ഭൂട്ടാൻ, ജപ്പാൻ, ചൈന, തായ്വാൻ, ലാവോ, മ്യാൻമാർ, ശ്രീലങ്ക എന്നിങ്ങനെ പല രാജ്യങ്ങളിലെ ബുദ്ധമതസ്ഥരുടെ മൊണാസ്ട്രികൾ. ഞാൻ പാല്യൂൾ നാംത്രോലിംഗ് ക്ഷേത്രത്തിലേക്ക് കയറി ചെന്നു. അകത്ത് കുറെ പേർ വിശ്രമിക്കുന്നു. വളരെ കളർഫുള്ളാണ് എല്ലായിടവും. മധ്യത്തിൽ ശ്രീബുദ്ധന്റെ ഒരു സ്വർണ്ണവർണ്ണ വിഗ്രഹം. ടിബറ്റൻ ബുദ്ധിസത്തിലെ പാല്യൂൾ ശാഖക്കാരുടെ മൊണാസ്ട്രിയും ക്ഷേത്രവുമൊക്കെയാണ് ഈ കോംപ്ലക്സിലുള്ളത്. ടിബറ്റൻ ബുദ്ധിസത്തിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. ഓരോ റിംപോച്ചമാരുടെ കീഴിലാണ് അവയുടെ പ്രവർത്തനം. ഈ ക്ഷേത്രത്തിൻ്റെയൊക്കെ മാതൃ മൊണാസ്ട്രി ടിബറ്റിലാണ്. ബുദ്ധൻ മാത്രമല്ല, വേറെ ചില കഥാപാത്രങ്ങളുമുണ്ട് പ്രതിമകളായി ഇവിടെ. ബുദ്ധന്റെ 2 വശങ്ങളിലുമായാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ക്യാമറയുമായി പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അതിന്റെ ക്ലോസപ്പ് കാണിക്കാത്തത്. ഇവിടെ നിൽക്കുമ്പോൾ ഇരുവശത്തുമുള്ള പ്രതിമകളുടെ തല കാണാൻ പറ്റുന്നില്ല. ടിബറ്റൻ ക്ഷേത്രങ്ങൾക്കെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട്. ചെറുതും വലുതുമായ 1000 ബുദ്ധപ്രതിമകളുണ്ട് ഈ മൊണാസ്ട്രിയിലെന്നാണ് കണക്ക്. ഈ ചുവരുകളിൽ മുഴുവൻ അതിങ്ങനെ കാണാം. ഷെൽഫുകളിലുള്ളത് ഒരേ വലിപ്പമുള്ള പ്രതിമകളാണ്. ഓടിൽ നിർമ്മിച്ചതാണതെല്ലാം. ബുദ്ധന്റെ 1000, 5000, 1,00,000 എന്നിങ്ങനെ എണ്ണം പ്രതിമകളുള്ള ക്ഷേത്രങ്ങൾ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. പ്രധാന പ്രതിഷ്ഠയായ ബുദ്ധപ്രതിമ കൂടാതെയാണ് ഇത്തരം ചെറുപ്രതിമകൾ. അവിടെ നിന്നിറങ്ങുമ്പോൾ നാട്ടുകാരുടെ വലിയ സംഘങ്ങൾ വരുന്നുണ്ട്. അയൽ സംസ്ഥാനക്കാരായ സാധാരണക്കാരാണ്. ചിലയിടത്ത് ചെറിയ സ്തൂപങ്ങളുടെ നിർമ്മാണം നടക്കുന്നു. നാട്ടുമ്പുറത്തുകാരായ സ്ത്രീകളൊക്കെ ഒരു അവധി ദിവസം കിട്ടുമ്പോൾ കാഴ്ചകൾ കാണാൻ ഇങ്ങനെ ഇറങ്ങുകയാണ്. മൊണാസ്ട്രിയുടെ മുന്നിൽ നിന്നും ഒരു റിക്ഷക്കാരനെ കിട്ടി. ഇനി ജപ്പാൻ, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്കും മൊണാസ്ട്രികളിലേക്കും പോകാനാണ് തീരുമാനം. ഇലക്ട്രിക് റിക്ഷയാണ്. അതിലിങ്ങനെ പോകുമ്പോൾ വഴിയിലാകെ ബഹളമയമാണ്. ലോക നിലവാരമുള്ള വിവിധ രാജ്യങ്ങളുടെ മൊണാസ്ട്രികളും സ്തൂപങ്ങളുമെല്ലാം ഉണ്ടെങ്കിലും അതിന്റെ പരിസരങ്ങളെല്ലാം ഇങ്ങനെ ഒരു ഇന്ത്യൻ രീതിയിൽ തന്നെ. എത്രയോ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ ഈ തെരുവുകളാണല്ലോ കാണുന്നത്. ഞങ്ങളിപ്പോൾ ഇൻഡോസാൻ നിപ്പോൺജി ജാപ്പനീസ് ടെമ്പിളിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ബോധ്ഗയയിൽ ജപ്പാൻ പണിത ക്ഷേത്രമാണ്. ഓരോന്നും അതാത് നാട്ടുകാരുടെ ശൈലിയിലാണ് പണിതു വച്ചിരിക്കുന്നത്. ജാപ്പനീസ് ക്ഷേത്രം ജപ്പാൻകാരുടെ ശൈലിയിൽ തന്നെ. ഇത് ഇന്ത്യക്കകത്താണെന്ന് നമുക്ക് തോന്നുകയേയില്ല. 1972 ഇൻഡോസാൻ നിപ്പോൺജി ക്ഷേത്രം ഇവിടെ നിർമ്മിക്കുന്നത്. ബുദ്ധിസ്റ്റ് സംസ്കാരം സംരക്ഷിക്കാനുള്ള ഒരു ആഗോള പദ്ധതിയുടെ ഭാഗമായി ജാപ്പനീസ് ഗവൺമെന്റ് തന്നെയാണ് ഇതിന്റെ നിർമ്മാണത്തിന് മുൻകൈയെടുത്തത്. ജാപ്പനീസ് വാസ്തുവിദ്യയിൽ മരം കൂടുതലായി ഉപയോഗിച്ചാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. ജപ്പാനിലുള്ള ഏതോ ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നതെന്ന് തോന്നും. ബോധ്ഗയ, നളന്ദ, സാഞ്ചി, സാർനാഥ് തുടങ്ങിയ ബുദ്ധകേന്ദ്രങ്ങളിൽ ജപ്പാൻ വലിയ തോതിൽ സഹായം നൽകുന്നുണ്ട്. ഹിന്ദുക്കൾ പോലും ഇവിടെ വന്ന് പ്രാർത്ഥന നടത്തുന്നു. ഇവരൊന്നും ബുദ്ധിസ്റ്റുകളല്ല. അനുഗ്രഹം ഏത് ദൈവം നൽകിയാലും അത് നല്ലതാണല്ലോ. അപ്പോൾ എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുക തന്നെ. ബുദ്ധഭഗവാൻ കാണിച്ച വഴിയിലൂടെ ലോകസമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും നീങ്ങാനുള്ള ആഹ്വാനമാണിത്. ജാപ്പനീസ് ക്ഷേത്രത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അപ്പുറത്തെ പറമ്പിൽ ഭൂട്ടാനീസ് ടെമ്പിൾ കാണാം.
റോയൽ ഭൂട്ടാനീസ് മൊണാസ്ട്രിയാണ്. പുറത്തിറങ്ങി റോഡിലൂടെ വേണം അതിൻ്റെ കവാടത്തിലേക്കെത്താൻ. അങ്ങനെ ആ ഗേറ്റിന് മുന്നിലെത്തി. പിന്നെ ആ ക്യാമ്പസിൽ കയറി. എല്ലാ ക്യാമ്പസും വളരെ വൃത്തിയായിട്ടാണ് സംരക്ഷിക്കുന്നത്. ഇതെല്ലാം സംരക്ഷിക്കുന്നതിൻ്റെ ചുമതല അതാത് രാജ്യങ്ങൾക്ക് തന്നെയാണ്. അവരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാകും ഇവിടെ. അവർക്ക് കൊടുത്തിരിക്കുകയാണ് ഈ സ്ഥലം. ഓരോ രാജ്യത്തിൻ്റെയും എംബസിക്ക് സ്ഥലം കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെയാണിത്. ജെറുസലേമിൽ ചെന്നാൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾക്ക് ഓരോ പള്ളികളുണ്ട്. അതുപോലെയാണ് ബോധ് ഗയയിൽ ഓരോ രാജ്യത്തിൻ്റെയും ബുദ്ധിസ്റ്റ് സമൂഹത്തിന് സ്ഥലം വേർതിരിച്ചു നൽകിയിരിക്കുന്നത്. ഭൂട്ടാൻ രാജാവ് ജിഗ്മേ സിംഗ്യെ വാങ്ചുക്കിന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ഈ മൊണാസ്ട്രിയും ക്ഷേത്രവും ഇവിടെ പണികഴിപ്പിച്ചത്. ഭൂട്ടാനീസ് വാസ്തുശില്പികൾ തന്നെയാണ് ഇത് പണിതതും. 2003 ഈ മൊണാസ്ട്രിയുടെ നിർമ്മാണം പൂർത്തിയായത്. അതിഗംഭീരമായി ഡിസൈൻ ചെയ്തിരിക്കുന്നു. സ്വർണബുദ്ധൻ. BMTC അഥവാ ബോധ് ഗയ ടെമ്പിൾ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ഈ ക്ഷേത്രത്തിന്റെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അതേസമയം ക്ഷേത്രവും മൊണാസ്ട്രിയും പരിപാലിക്കുന്നതും ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നതും ഇവിടെ വസിക്കുന്ന ഭൂട്ടാനീസ് സന്യാസിമാരാണ്. ചുവരുകളിൽ ബുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങളുടെ പെയിന്റിങ്ങുകളാണ്. ചുറ്റോടു ചുറ്റും അങ്ങനെ തന്നെ. ഭൂട്ടാനിലെ നിരവധി ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയുള്ള സമൃദ്ധമായ പെയിന്റിങ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഭിത്തിയിലെ ശില്പങ്ങളിൽ തൊടുന്നതും കാൽ അകത്തിവെച്ച് ക്ഷേത്രങ്ങളിൽ കിടന്നുറങ്ങുന്നതും നിഷിദ്ധമാണെന്ന് ബോർഡ്. ഈ നിർദ്ദേശങ്ങൾ കാണുമ്പോഴേ അറിയാം ഇവിടെ സാധാരണഗതിയിൽ ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. നമ്മുടെ നാട്ടുകാർ പലരും ഇത്തരം സ്ഥലങ്ങളിലൊന്നും ഔചിത്യപൂർവം പെരുമാറാറില്ല. വലിയ പാടുപെടുന്നുണ്ട് ഇന്നാട്ടിൽ അതൊക്കെ വൃത്തിയായി സംരക്ഷിക്കാൻ. അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ കാറിൽ ചെന്ന് കയറി. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ബോധ് ഗയയിൽ നിരവധിയായ ബുദ്ധിസ്റ്റ് ക്ഷേത്രങ്ങളും മൊണാസ്ട്രികളുമുണ്ട്. പക്ഷേ പരിസരങ്ങളെല്ലാം ഒരു തനി നാടൻ ശൈലിയിൽ തുടരുന്നു. അങ്ങനെ പോകുമ്പോഴാണ് ലിട്ടി ചോക്ക എന്ന ഒരുതരം വിഭവം വിൽക്കുന്ന ഒരു ബോർഡ് കണ്ടത്. കടയല്ല, വഴിയരികിൽ വിഭവം ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇയാൾ. ഇതാണ് ലിട്ടി ചോക്ക. ഇന്നാട്ടുകാർ ലഘുഭക്ഷണമായും പ്രധാന ഭക്ഷണമായുമൊക്കെ ലിട്ടി ചോക്ക കഴിക്കും. കനലിന്റെ മുകളിൽ ഒരു ഗ്രില്ല് വെച്ച് വിഭവം ചുട്ടെടുക്കുകയാണ് ചെയ്യുക. താഴെ ബ്ലോവർ ഫാൻ വെച്ച് കാറ്റടിച്ചാണ് കനൽ എരിയിക്കുന്നത്. ഗോതമ്പ് മാവ് കൊണ്ടുള്ള ഒരു ഉരുള, അതിനകത്ത് കടലപ്പൊടിയും സ്പൈസസും എല്ലാം ചേർന്ന മറ്റൊരു ചേരുവയും ഉണ്ടാകും. കനൽപ്പുറത്ത് വെച്ച് ചുട്ടെടുത്ത് തക്കാളി ചട്നിയോടൊപ്പമാണ് കഴിക്കുക. ഭോജ്പുരി മേഖലയിൽ നിന്നാണ് ലിട്ടി ചോക്ക ഉത്ഭവിച്ചതെങ്കിലും ബീഹാറിലാണ് അത് ജനകീയ ഭക്ഷണമായി മാറിയത്. ലിട്ടി ചോക്ക കച്ചവടക്കാരന്റെ അടുത്തുനിന്നും യാത്ര തുടർന്നു. നിരവധി ഹോട്ടലുകളുണ്ട് ബോധ് ഗയയിൽ. ബുദ്ധിസവുമായി ബന്ധപ്പെട്ട ധാരാളം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകളും പട്ടണത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇക്കാണുന്നത് തായ്ലാൻഡിന്റെ മൊണാസ്ട്രിയാണ്, തായ് ബുദ്ധ ടെമ്പിൾ. അവിടെ എന്തോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയായതുകൊണ്ട് ഞങ്ങൾ അകത്തേക്ക് കയറിയില്ല. ഇവിടെ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിലെ ബുദ്ധമത സമൂഹങ്ങളുടെ സാമ്പത്തിക പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ധർമ്മസ്ഥാപനങ്ങൾ. അത്തരമൊരു ചാരിറ്റി സ്ഥാപനമാണിത്. നിങ്മ മോൺലാം ചെൻമോ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ മൊണാസ്ട്രി എന്ന ബോർഡ്. ഞാൻ അതിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് നടന്നു. ലോക സമാധാനത്തിനു വേണ്ടിയുള്ള ഏറ്റവും പ്രമുഖമായ ബുദ്ധമത പ്രാർത്ഥനായജ്ഞമായ നിങ്മ മോൺലാം ചെൻമോ വർഷം തോറും സംഘടിപ്പിക്കുന്നത് ഈ ഫൗണ്ടേഷനാണ്. നേത്രചികിത്സയാണ് ഇവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ടത്. ധാരാളം രോഗികൾ ഇവിടെ വരുന്നത് കാണാം. ഇലക്ട്രിക് ഓട്ടോറിക്ഷകളിൽ കണ്ണിന്റെ സർജറി കഴിഞ്ഞ ആളുകളെയൊക്കെ കൊണ്ടുപോകുന്നു. ഗ്രാമീണ മേഖലയിൽ നേത്രചികിത്സാ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ഓപ്പറേഷൻ ആവശ്യമുള്ളവർക്ക് അത് ഇവിടെ എത്തിച്ച് സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു. കർണാടകയിലെ ബൈലക്കുപ്പയിലുള്ള ടിബറ്റൻ ബുദ്ധസമൂഹമാണ് 1993 നിങ്മ മോൺലം ചെൻമോ ഫൗണ്ടേഷൻ സ്ഥാപിച്ചത്. അതിന്റെ പ്രധാന പ്രവർത്തനം ഇവിടെ ബോധ് ഗയയിൽ ആണെന്നു മാത്രം. അവിടെ നിന്നിറങ്ങി യാത്ര തുടരുമ്പോൾ ഇക്കാണുന്നത് മഹാബോധി സംസ്കൃതി കേന്ദ്രം എന്ന സ്ഥാപനമാണ്. കൺവെൻഷൻ സെന്ററും സെമിനാർ ഹാളുകളുമൊക്കെയുള്ള വലിയൊരു ക്യാമ്പസാണത്.
ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഇക്കാണുന്നത് വാറ്റ് തായ് ബുദ്ധസവിക എന്ന ക്ഷേത്രമാണ്. വാറ്റ് എന്നാൽ ക്ഷേത്രമെന്നാണ് അർത്ഥം. അവിടെ വണ്ടി നിർത്തി ഇറങ്ങി. 1956 ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ അഭ്യർത്ഥന പ്രകാരം തായ്ലാന്റ് ഗവൺമെന്റ് സ്ഥാപിച്ച ക്ഷേത്രമാണ്. തായ് ശൈലിയിലാണ് നിർമ്മാണവും. ഇവിടെ ഒരു ബോർഡ് വച്ചിരിക്കുന്നതും തായ് ഭാഷയിലാണ്. ഇന്ത്യക്കാർക്ക് അത് വായിക്കാൻ പറ്റില്ലല്ലോ. അതിനടുത്തു തന്നെ മേറ്റ ബുദ്ധാറാം ടെമ്പിൾ എന്ന മറ്റൊരു ക്ഷേത്രവുമുണ്ട്. ആധുനിക തായ് ശൈലിയിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗോപുരങ്ങളോടെ നിർമ്മിച്ച ക്ഷേത്രം. തായ് ഗവൺമെന്റും തായ്ലൻഡിലെ ബുദ്ധ സമൂഹവും ബോധ് ഗയയിൽ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. മഹാബോധി ക്ഷേത്രത്തിൽ 2014 സ്ഥാപിച്ച 289 കിലോ സ്വർണത്തിൽ പൊതിഞ്ഞ ഗോപുരം അവരുടെ സംഭാവനയാണ്. ബുധനാഴ്ചയും ഞായറാഴ്ചയും ഈ ക്ഷേത്രത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. അതിനാൽ ഞാൻ അവിടെ നിന്നും മടങ്ങി. ഇവിടെയെല്ലാം ഇലക്ട്രിക് ഓട്ടോറിക്ഷകളിൽ ആളുകൾ വന്നിറങ്ങുന്നുണ്ട്. അവധി ദിവസങ്ങളിലൊക്കെ നാട്ടുകാരായ ധാരാളം ആളുകൾ ബോധ് ഗയയിൽ വരുന്നുണ്ട്. അവർക്ക് കരിമ്പ് ജ്യൂസ് വിൽക്കുന്ന കച്ചവടക്കാർ. റോഡിലെ കാഴ്ചകൾക്കെല്ലാം ഉത്തരേന്ത്യൻ ഛായയാണ്. മറ്റു രാജ്യങ്ങളുടെ മൊണാസ്ട്രി ക്യാമ്പസിനകം മറ്റൊരു ലോകവും. ബിജു തോമസ് അടുത്ത സ്ഥലം എവിടെയാണെന്ന് ഗൂഗിളിൽ പരതിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിനി പോകേണ്ടത് ഇവിടുത്തെ സുജാത ഘർ കാണാനാണ്. ഒരു ബുദ്ധിസ്റ്റ് സ്തൂപമാണത്. ബിജു തോമസും ഇൻസാഫും കൂടി അവിടേക്കുള്ള വഴി കണ്ടുപിടിച്ചു. ഇവിടെ വേൾഡ് സ്കൂളുകളൊക്കെയുണ്ട്. പക്ഷേ ഈ പരിസരം ശ്രദ്ധിച്ചു നോക്കൂ. ഇത്രയും ലോക പ്രാധാന്യമുള്ള ഒരു സ്ഥലം. വത്തിക്കാനിലോ ജെറുസലേമിലോ മക്കയിലോ ഒക്കെ പോകുന്നത് പോലെയാണ് പുറമേ നിന്നുള്ള ആളുകൾ ഇവിടെ വരുന്നത്. ലോകത്തിലെ ഒരു പ്രധാന മതത്തിന്റെ ഏറ്റവും സുപ്രധാനമായ കേന്ദ്രത്തിന്റെ പരിസരം ഇങ്ങനെയാണ് കിടക്കുന്നത്. ജപ്പാൻ, ചൈന, കൊറിയ, തായ്വാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം ധാരാളം തീർത്ഥാടകർ വരുന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് ഓർക്കണം. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് എന്തൊരു ഇംപ്രഷനാണ് ഇത്തരം സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുക. ഇതിലൂടെയാണ് അവരെല്ലാം കടന്നു പോകുന്നത്. ചിലപ്പോഴൊക്കെ നിരാശ തോന്നും. മറ്റൊരു രാജ്യത്ത് ചെന്ന് ഞാൻ അവിടെയുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇവിടം കണ്ടിട്ടുള്ള അവർക്ക് എന്നോട് തോന്നുന്ന വികാരം എന്തായിരിക്കും? ഇത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടമൊക്കെ കുറച്ചുകൂടി വൃത്തിയാക്കിയിടാമായിരുന്നുവെന്ന് ഒരു തോന്നൽ വരും. കാർ ഒരു പാലത്തിലേക്ക് ചെന്നു കയറി. ഫാൽഗു നദിക്കു കുറുകെയുള്ള പാലമാണ്. ഫാൽഗു നദിയുടെ തീരത്താണ് ബോധ് ഗയ. വലിയൊരു നദിയാണിത്, ഭാരതപ്പുഴ പോലെ. പക്ഷേ ഒരു തുള്ളി വെള്ളമില്ല. മഴക്കാലത്ത് മാത്രമേ ഇതിൽ വെള്ളമുണ്ടാകുകയുള്ളൂ. ഹിന്ദുക്കളും ബുദ്ധമതക്കാരും പുണ്യനദിയായാണ് ഫാൽഗുവിനെ കണക്കാക്കുന്നത്. 135 കിലോമീറ്റർ നീളമുള്ള നദിയാണ് ഫാൽഗു. മറുകരയിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ കുറെ ഹോട്ടലുകളൊക്കെയുണ്ട്. 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകളാണ് കൂടുതലും. 5 സ്റ്റാർ ഹോട്ടലുമുണ്ട്. ഇതിവിടുത്തെ മഹാമായ ഹോട്ടലാണ്. മറുകരയിൽ ബോധ് ഗയയിലെ ഏറ്റവും പ്രധാന ക്ഷേത്രമായ മഹാബോധി മഹാവിഹാര കാണാം. അത് നദീതീരത്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അവിടം കഴിയുന്നതോടുകൂടി സുജാത ഘർ എന്ന സുജാത സ്തൂപത്തിന് സമീപമെത്തുന്നു. ഇതാണ് ബോധ് ഗയയിലെ സുജാത സ്തൂപം. ബുദ്ധചരിത്രത്തിൽ സ്ഥാനമുള്ള പാൽക്കാരിയാണ് സുജാത. അവരുടെ സ്മരണാർത്ഥം BC 2-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച സുജാത ഘർ എന്ന സ്തൂപം. മനുഷ്യ ദുഃഖങ്ങളുടെ ഹേതുവും അത് നശിപ്പിക്കാനുള്ള മാർഗവും കണ്ടെത്തുന്നതിനായി സിദ്ധാർത്ഥ രാജകുമാരൻ കൊട്ടാരം വിട്ട് വനത്തിലേക്ക് പോയത് 29-ാമത്തെ വയസ്സിലാണ്. ഗയയിലെത്തിയ അദ്ദേഹം ഫാൽഗു നദിയുടെ തീരത്തെ ചില ആശ്രമങ്ങളിൽ ബ്രാഹ്മണ ആചാര്യന്മാരുടെ ശിഷ്യനായി കഴിഞ്ഞു. 12 വർഷം അങ്ങനെ കഴിഞ്ഞപ്പോൾ താൻ അന്വേഷിക്കുന്നത് കണ്ടെത്താൻ ഈ ആശ്രമവാസം മതിയാവില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെ ഫാൽഗു നദിയിൽ മുങ്ങിക്കുളിച്ച ശേഷം
അദ്ദേഹം കഠിനമായ ഒരു തപസ്സിന് പുറപ്പെട്ടു. ഈ സമയം സുജാത എന്ന പാൽക്കാരി അദ്ദേഹത്തിന് ഒരു പാത്രം പാൽ നൽകി. അത് കഴിച്ച ശേഷം തപസ്സിൽ മുഴുകിയ സിദ്ധാർത്ഥൻ പിന്നീട് ബോധോദയം ലഭിക്കുന്നതുവരെ ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ലത്രേ. അങ്ങനെയാണ് സുജാത ബുദ്ധചരിത്രത്തിൽ സ്ഥാനം നേടുന്നത്. ഇവിടെയും ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഒരുപക്ഷെ ഇവരൊന്നും ചരിത്രമറിഞ്ഞു വരുന്നവരാകില്ല. ബോധ്ഗയയിലെ ഓരോ കാഴ്ചകളിലൂടെ അങ്ങനെ പോകുന്നു എന്ന് മാത്രം. ഇത് സുജാത സ്തൂപത്തിന്റെ പാർക്കിംഗ് ഏരിയയാണ്. പാർക്കിങ്ങിൽ വണ്ടികൾ അധികം വരുന്നില്ലാത്തതുകൊണ്ട് നാട്ടുകാർ അവിടെ വൈക്കോൽ കൂന കൂട്ടി വെച്ചിരിക്കുകയാണ്. വൈക്കോലിന്റെ പല പല കൂനകൾ. ചാണകവർളി ഉണക്കാനും കുട്ടികൾക്ക് കളിക്കാനുമുള്ള സ്ഥലമായി മാറിയിരിക്കുന്നു മനോഹരമായി ടൈലിട്ട പാർക്കിംഗ് ഏരിയ. ശ്രീബുദ്ധന്റെ കാലത്തെ ഗയ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഫാൽഗു നദിയുടെ ഇരുകരകളിലും വനമായിരുന്നു. വനത്തിൽ കുറെ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളും. കന്നുകാലികളെ വളർത്തി ഉപജീവനം കഴിച്ചിരുന്നവരായിരുന്നു ഗ്രാമീണർ. വനത്തിൽ കുറെ ആശ്രമങ്ങളും ഉണ്ടായിരുന്നു. ബിംബിസാരൻ ഭരിച്ചിരുന്ന മഗധ സാമ്രാജ്യത്തിന്റെ സ്വാധീന മേഖലയായിരുന്നു അന്ന് ഗയ. അക്കാലത്ത് ഹൈന്ദവ വിശ്വാസപരമായ വലിയ പ്രാധാന്യം ഗയയ്ക്ക് ഉണ്ടായിരുന്നു. ഫാൽഗു നദിയിൽ ശ്രാദ്ധകർമ്മങ്ങളും നടന്നിരുന്നു. ഇതെല്ലാമായിരിക്കാം ജ്ഞാനം തേടിയുള്ള ശ്രീബുദ്ധന്റെ യാത്ര ഇവിടേക്കാവാൻ കാരണമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ബ്രാഹ്മണ സന്യാസിമാരുടെ പല പല ആശ്രമങ്ങൾ അക്കാലത്ത് ഈ പരിസരത്തുണ്ടായിരുന്നു. വഴിയരികി മുഴുവൻ പഴക്കച്ചവടക്കാരാണ്. അതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നാടൻ ചെറുപഴം ഇവിടെ കിട്ടുമെന്നതാണ്. ഇന്ത്യയിൽ മറ്റുള്ളിടങ്ങളിൽ കൂടുതലായി കിട്ടുന്നത് റോബസ്റ്റ പഴമാണെങ്കിൽ ഇവിടെ ചെറുപഴം കിട്ടുന്നു. ആ ചെറുപഴം പടല തിരിച്ച് കൊടുക്കുന്നു. അതൊരു കാഴ്ചയാണ്. മുന്നോട്ടു പോകുമ്പോൾ ഇവിടെ മറ്റൊരു ബുദ്ധവിഹാരം കാണാം. മ്യാൻമാർ വിഹാർ എന്ന ബുദ്ധവിഹാരമാണ്. മ്യാൻമാറിൻ്റേതാണത്. ബർമീസ് വിഹാര എന്നും അതറിയപ്പെടുന്നു. മൊണാസ്ട്രിയും ക്ഷേത്രവുമെല്ലാം അവിടെയുമുണ്ട്. ജപ്പാൻ, ചൈന, കംബോഡിയ, വിയറ്റ്നാം തുടങ്ങി 14 രാജ്യങ്ങളുടെ മൊണാസ്ട്രികളുണ്ട് ബോധ്ഗയയിൽ. അവയെല്ലാം നിയന്ത്രിക്കുന്നത് ബോധ്ഗയ ടെമ്പിൾ മാനേജ്മെന്റ് കമ്മിറ്റിയാണ്. എന്നാൽ ഓരോ മൊണാസ്ട്രിയും പരിപാലിക്കുന്നതും ദൈനംദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും അവിടെയുള്ള ബുദ്ധ സന്യാസിമാരാണ്. ബോധ്ഗയയ്ക്ക് ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ സൗജന്യ ഭക്ഷ്യധാന്യ വിതരണം, മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങി വിവിധങ്ങളായ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ മൊണാസ്ട്രികൾ നടപ്പാക്കുന്നുണ്ട്. പ്രശസ്തമായ ഏതാനും ആശുപത്രികളും വിദ്യാലയങ്ങളും ഈ ആശ്രമങ്ങളുടേതായി പ്രവർത്തിക്കുന്നുമുണ്ട്. ഞങ്ങൾ മഹാബോധി സംസ്കൃതി കേന്ദ്രത്തിന് മുന്നിലേക്ക് തിരികെ എത്തി. ഇനി ഞങ്ങൾ ഈ നഗരം പിന്നിടുകയാണ്. താങ്ക് യു ഫോർ വിസിറ്റിംഗ് ദ ഹോളി ലാൻഡ് എന്ന ബോർഡുള്ള ഗേറ്റ് പിന്നിടുമ്പോൾ അവിടെ ഒരു വലിയ പന്തലും കുറേ ആളുകളെയും കണ്ടു. ഞാൻ വണ്ടി നിർത്തി അവിടെ ഇറങ്ങി. ഇവിടെ ഒരു അനിശ്ചിതകാല പ്രക്ഷോഭം നടക്കുകയാണ്. ഓൾ ഇന്ത്യ ബുദ്ധിസ്റ്റ് ഫോറമാണ് പ്രക്ഷോഭം സംഘടിപ്പിച്ചിരിക്കുന്നത്. കുറെ ബുദ്ധ സന്യാസിമാരും ബുദ്ധിസ്റ്റുകളുമുണ്ട്. 1949 ബീഹാർ ഗവൺമെന്റ് കൊണ്ടുവന്ന BT ആക്ട് അഥവാ ബോധ്ഗയ ടെമ്പിൾ ആക്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രക്ഷോഭം. ഈ ആക്ട് പ്രകാരമാണ് ബോധ്ഗയയിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ ജില്ലാ മജിസ്ട്രേറ്റ് ചെയർമാനായി ബോധ്ഗയ ടെമ്പിൾ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചത്. ബുദ്ധിസ്റ്റുകളും ഹിന്ദുക്കളും അതിൽ അംഗങ്ങളാണ്. ബുദ്ധവിഹാരങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും ഭരണം പൂർണ്ണമായും ബുദ്ധിസ്റ്റുകളുടെ നിയന്ത്രണത്തിലാവണമെന്നാവശ്യപ്പെട്ടാണ് ഈ സമരം. 2025 ഫെബ്രുവരി മുതൽ ഇവരിവിടെ റിലേ നിരാഹാര സമരം നടത്തുകയാണ്. മിക്കവരും കണ്ണുകെട്ടിയാണ് ഇരിക്കുന്നത്. ഒരാൾ പ്രസംഗിക്കുന്നു. വിശ്വാസികളും അനുഭാവികളുമായി നിരവധി പേർ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. സമരത്തിന് പിന്തുണയർപ്പിച്ചും കാഴ്ചക്കാരായും ധാരാളം ആളുകൾ ആ പരിസരത്തുണ്ട്. ഞാൻ തിരികെ വണ്ടിയിൽ ചെന്ന് കയറി. വിദേശത്തു നിന്നും അന്യനാട്ടിൽ നിന്നും വരുന്ന ബുദ്ധിസ്റ്റുകൾക്ക് കുറച്ചുകാലം താമസിക്കാവുന്ന അപ്പാർട്ട്മെന്റുകളാണിവ. ഇനി ബീഹാറിന്റെ ഉൾനാടുകളുടെ കാഴ്ചകൾ തേടി പോകാനാണ് തീരുമാനം.
ഉൾനാട്ടിൽ ഇതുവരെ കാണാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് പോകണം. പട്ടണം വിടുമ്പോൾ കൃഷിയാണ് എവിടെയും കാണുന്നത്. സമൃദ്ധമായ കൃഷി. എന്തൊക്കെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാലും കൃഷിക്ക് ഇവർ കൊടുക്കുന്ന പ്രാധാന്യം വലുതാണ്. ഇവർ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ത്യയുടെ പട്ടിണി മാറുന്നത്. ഇവിടുത്തെ ഗ്രാമങ്ങളും പട്ടണങ്ങളുമൊക്കെ വൃത്തിഹീനവും വേണ്ടത്ര വളർച്ചയില്ലാത്തതുമാകാം. പക്ഷേ കൃഷി ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും അത് ചെയ്യുന്നു. റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളും വളർന്നു കഴിഞ്ഞു. കടന്നുപോകുന്ന വഴി മുഴുവൻ കൃഷിയിടങ്ങളാണ്. ഇരുവശത്തെയും കാഴ്ച വിളഞ്ഞ വയലുകൾ. കാർഷിക സംസ്കാരം ഇപ്പോഴും കെടാതെ നിൽക്കുന്ന ഒരു നാടാണിത്. ആ നാട്ടിൽ ഞാൻ സഞ്ചാരം തുടർന്നു.